ഈ മിനിഞ്ഞാന്ന് താങ്കൾ കേട്ടിട്ടുണ്ടാവും വടാട്ടുപാറ പലവൻപടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോണ വഴിക്ക് പുലി ഉണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ കണ്ടു. വീഡിയോ ആണല്ലേ, ഞാൻ സാധനത്തിൽ കണ്ടതാ. കണ്ടോ? നേരിട്ടല്ല, വീഡിയോയിൽ കണ്ടു. ഇത് തിയേറ്ററിൽ വരുത്താണ്ടാ പോരാ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു എഴുന്നേറ്റപ്പോൾ കേട്ടോ. പിന്നെ നാട്ടിലാണെങ്കിൽ കോടയൊക്കെ വന്നിട്ടേ കോട അങ്ങനെ അധികം കാണാറില്ല. പെരിയാറിൻ്റെ തീരത്തൊക്കെ അത്യാവശ്യം നല്ല മൂടി വയ്ക്കുന്ന ഒരു കാലാവസ്ഥ. മഴയാത്ര വ്ളോഗ് ആകാം, നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ കരുതിയിരുന്ന ആളാണ് ഞാൻ. പിള്ളേർക്ക് ഇന്നത്തെ ദിവസം അവധി ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് മാറി വേറെ അടുത്ത് ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് കോതമംഗലത്താണേ. തട്ടേക്കാട് റൂട്ടിലേക്ക് പോകണം. 28 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് വേണം ഞാൻ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്തെത്താൻ. അപ്പോൾ എല്ലാവരെയും ഞാൻ എന്നോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണേ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. എന്തായാലും നല്ല മഴ പെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. തമ്പുഴ വഴിയൊന്ന് കയറാമെന്ന് വിചാരിക്കുന്നു. ഈ റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യാനേ മഴ ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. നല്ല ലാൻഡ്സ്കേപ്പൊക്കെ ഉള്ളൊരു നാടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ കണ്ടോ കുറേ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ടേ ഒരു തറവാട് വീട് പോലത്തെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കയറി ചെല്ലാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വഴി പോകുമ്പോൾ പലപ്പോഴും ഷൂട്ട് ചെയ്ത് വയ്ക്കണമെന്ന് ആലോചിക്കും. ഒരു സിനിമ ഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്പേസാണ് കേട്ടോ. പുല്ല് പിടിച്ചിടക്കുന്ന വഴികളും മണ്ണ് വഴിയാണ്. ഇനി അങ്ങോട്ട് കാടിനുള്ളിലൂടെയുള്ള വഴിയാണേ. എന്ത് രസമാണെന്നറിയോ ഈ വഴി. ഈ വഴി ഇന്ന് അധികം തിരക്കില്ലല്ലോ, എന്താണെന്ന് അറിയില്ല. തട്ടേക്കാടിൻ്റെ സ്വിറ്റ്സർലൻഡൊക്കെ പോയി ഞാൻ വീഡിയോ എടുത്തായിരുന്നേ. മഴയത്തേക്കാണ് ഇവിടെ ആംബിയൻസ് വളരെ കൂടുതൽ കേട്ടോ. ഇത് പെരിയാറിൻ്റെ തീരത്തുള്ള ഒരു സ്വിറ്റ്സർലൻഡാണേ. ഇവിടെ ആളുകൾ ഒത്തിരി വരുന്നുണ്ട് വിസിറ്റ് ചെയ്യാനും കാണാനൊക്കെ ആയിട്ട്. ഈ ഡാമൊക്കെ കെട്ടി നിർത്തൂലേ. ഇപ്പോൾ ഡാമെല്ലാം തുറന്നിട്ടേക്കാണ്. അപ്പോൾ കെട്ടി നിർത്തുന്ന സമയത്ത് ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. ഇവിടെ എല്ലാം വെള്ളം കയറുവേ. ഈ വെള്ളം ഇറങ്ങി കഴിയുമ്പോഴാണ്, ഇത് ശരിക്കും ഭൂത്താൻകെട്ടിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളാണല്ലോ, ഈ വെള്ളം ഇറങ്ങി കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു സമതല ഭൂമി വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത്. നമ്മൾക്ക് ഇവിടെയല്ല പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിവിടുന്ന് യാത്ര തുടരുകയാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കൊച്ചു കടയാണ് കേട്ടോ, തട്ടുകട പോലത്തെ. ആ തട്ടുകടയിൽ നിന്ന് ചെറിയൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം അവിടേക്കാണ്.
സെൻറ്റ് ജോർജ് കത്തോലിക്ക പള്ളി പൂയംകുട്ടി. ഇവിടെ എല്ലാം ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആനയുടെ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പള്ളിയോട് ചേർന്ന് സ്കൂളും ഉണ്ട് കേട്ടോ. പൈനാപ്പിൾ കൃഷിത്തോട്ടാണ് ആ കാണുന്നത് മുഴുവൻ. കവളങ്ങാട് ഇവിടുന്ന് ഒരു ദൂരമുണ്ട്. ഇവിടുന്ന് 10-20 ഉണ്ട്. എവിടെ പോണേന്ന് നടന്ന് എത്ര ദൂരമുണ്ട് വീട്ടിലോട്ട്? കുറച്ചുള്ളൂ. നടത്തും തന്നെ ശരണം അല്ലേ? അത് ശ്വാസം മുട്ടുള്ളവന് നടക്കാൻ വെക്കാൻ പറ്റില്ല. കാരണം ബ്ലഡ് ഷെഡ് ചെയ്യാൻ പാടില്ല. അറ്റാക്ക് കഴിഞ്ഞാ നാലെണ്ണം കഴിഞ്ഞു. അപ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യ ഭാര്യ മാത്രം. മോളെ കെട്ടിച്ച് വിട്ടു. പിന്നെ കട കടിക്കാണ്. അവിടെ ഇപ്പം ആരുണ്ട്? ആനയുണ്ട് അവിടെയുണ്ട്. ഞാൻ ഒരു പാർട്ടി പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടു പറഞ്ഞവിടെ. ഇവിടെ ആനയുണ്ടോ? ഇവിടെ വരും. ഇവിടെയും വരും. ഒത്തിരി നാട്ടുകാരുണ്ടോ? 10-100 കൂട്ടുകാരുണ്ടാവും. പൊടിപടലങ്ങൾ, പൂമ്പൊടികൾ. ഇപ്പം സാറ് ഞാനൊരു കുടയെടുത്ത് കൊടുത്തു. ചുമ്മാ വൃത്തി നോക്കിയാൽ കൊള്ളാമെന്ന് പറയും. കുട ആ പൂപ്പരി എടുത്ത് തുമ്പിന് തുടങ്ങി. അതാണ് ഫംഗസ് വരാൻ പാടില്ല. അപ്പോൾ മാസ്ക് ഇടാൻ പാടില്ലേ? മാസ്ക് ഇതല്ലേ പറ്റാ പറയാം. നമുക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. എപ്പോഴാണ് വണ്ടി വരുന്നത്? ബസ്
കുറെ ആയി 12 കാലം ഓയ്യോ, എന്നിട്ടാണ് ഇത്ര നേരത്തെ വന്നേ? ഇപ്പൊ ഇല്ല കാണിക്കപ്പോ പേപ്പർ നോക്കി വരാൻ പറഞ്ഞ ആണോ? നടന്നു പോയിട്ടില്ല മലയാറ്റൂരിന്നൊക്കെ നമ്മൾ പല സ്ഥലത്തേക്ക് ഇല്ലേ? ഉണ്ട്. തൃശ്ശൂർക്കൊക്കെ നടന്നു പോയിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് ഞാൻ. കേട്ടിട്ടില്ല, നടന്നു പോയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് കോതമംഗലത്ത് നടക്കാറുണ്ട്. അത് 10 കൊല്ലം മുമ്പ് വരെ പറഞ്ഞു. എനിക്ക് ലോട്ടറി കച്ചവട പരിപാടി മെയിനായിട്ട്. എനിക്കൊരു 3 ലക്ഷം രൂപ ലോട്ടറി അടിച്ചപ്പോൾ ഞാൻ 3 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. അടിച്ചപ്പോൾ എനിക്ക് അറ്റാക്ക് ഉണ്ടായി. അടിപൊളി. 2 പ്രാവശ്യമായിട്ട് അടിച്ചത്. ഒന്നര വെച്ച് അതാ പൂട്ടാൻ നിർത്തുന്നതിന് മുമ്പ്. ഞാൻ ഇവിടുത്തെ രാജാവാ. കാസർഗോഡ്, ദർലാക്കട്ട്, പുട്ടപൊട്ടി, മജസ്റ്റിക്, വൈൽഡ് ഫീൽഡ്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കിടന്നു ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. അത്യാവശ്യം ഭാഷ കൈകാര്യം ചെയ്യാൻ എല്ലാം അറിയാം. ഏത് ഭാഷ പറയും നമ്മൾ. അപ്പൊ ഏത് നാട്ടിൽ പോയാലും സെറ്റാണ്. പേരെന്നാ? പേര് ചോദിച്ചു വിട്ടു. സണ്ണി. ഇത് ചാർജിങ് ആണോ ഈ ഫെൻസിങ്? ഇതാ ഇതിപ്പോ ഒന്നും കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അത് രാത്രിയാണോ ചാർജ് ചെയ്യുന്നത്? രാത്രി. ഈ മെനിക്കാന്ന് താങ്കൾ കേട്ടിട്ടുണ്ടാവും, വടാട്ടുപാറ പലവൻപടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോണ വഴിക്ക് പുലി ഉണ്ടായിരുന്നു. കേടാറുണ്ട്. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. വീഡിയോ ആണല്ലേ, ഞാൻ സാധനത്തിൽ കണ്ടതാ. കണ്ടോ? നേരിട്ടല്ല, വീഡിയോയിൽ കണ്ടു. അതിലാണ്ട് കണ്ടിട്ടുണ്ട്. എന്നത് ഇവിടെ അച്ചടക്കം വെള്ളത്തിൽ പോയി വെള്ളം കൂടിയ സമയത്ത് താഴേക്ക് പോയി. മരിച്ചു. ഇവിടെ വന്നപ്പോൾ കൈ വയ്ക്കും. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കൈ വയ്ക്കും. പിന്നെ ആള് പോയി. 6-ാം പക്കം അവിടെ ഒരു പള്ളിയുണ്ട് കൊയ്യൻകുട്ടിയിൽ. ആ പള്ളിക്ക് അടുത്ത് വെച്ച് ബോഡി കുത്തിയപ്പോൾ തലമുടി ഒന്നും ഇല്ലായിരുന്നു. കാടൻ ഓർമ്മകൾ അല്ലേ? പഴയ വേടൻ്റെ വിട്ട് വേടൻ്റെ സ്റ്റൈല് പറഞ്ഞാൽ വേടൻ ഇന്നലത്തെ ഇതിൽ പാപ്പിൽ കിടപ്പുണ്ട്. എൻ്റെ പാട്ട് പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കുമെന്ന് മരം വേറെ പാർട്ടി പറഞ്ഞേക്കാണ്. ആരാ പറയാം? ഈ സുധാകരൻ പറഞ്ഞേക്കാണ്. അത് പറ്റില്ല, പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഞാൻ എല്ലാ പത്രങ്ങളും വായിക്കുന്ന ആളാണ്. ഇംഗ്ലീഷ് പത്രം വായിക്കും, മലയാള പത്രം വായിക്കും, ദേശാഭിമാനി വായിക്കും, രാഷ്ട്രീയ പത്രങ്ങളൊക്കെ വായിക്കും. എല്ലാ വാർത്തകളും നോക്കും. വാർത്തകളൊക്കെ കിട്ടണം നമുക്ക്. വരണ്ട. പോയിട്ട് വാ.